സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രൊമേലിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. സത്യം പറഞ്ഞാൽ ഈ ചെടിയുടെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടിട്ട് ഒരു തൈ കൊണ്ടുവന്നതാണ്. അവരും ഇതിങ്ങനെ പൂവിടുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. അപ്പം ലെമൺ ഗ്രീൻ നിറത്തിലുള്ള ഈ ഒരു ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്ന് സാധാരണ പോലെ നട്ടു. ഇതിൻ്റെ ബാക്കി പരിചരണവും പേരൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ നട്ട് ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇങ്ങനെ ആദ്യം ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഫ്ലവർ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആദ്യം ഒരു മുട്ട ഇങ്ങനെ ചുമന്ന മുട്ട ഇങ്ങനെ വന്ന് അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഈ ഇതിനകത്ത് ഇങ്ങനെ പൂവിടുന്ന കാര്യം പോലും നമുക്കങ്ങനെ അറിയില്ലായിരുന്നു. അപ്പം നല്ല ഭംഗിയായിട്ട് ഈ ഗ്രീനിൽ നല്ല റെഡ് കളർ മുട്ട വന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിരിയാൻ തന്നെ ഏകദേശം 2-3 ദിവസത്തിൽ കൂടുതലൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ഫ്ലവറായി. ഫ്ലവറിൻ്റെ ഈ റെഡ് കളറിൻ്റെ അറ്റത്ത് ഇങ്ങനെ വയലറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ഏകദേശം 1 മാസത്തോളമൊക്കെ ഈ പൂ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ബ്രൊമേലിയ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ്. ഇതൊരു പൈനാപ്പിൾ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് അധികം ഈ പറഞ്ഞാൽ അധികം വെയിലൊന്നും വേണ്ട. എന്നാൽ അത്യാവശ്യം വെയിലൊക്കെ വേണം. ഞാൻ ഇന്ന് അറിയാതെ വെച്ചതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇലയുടെ അറ്റത്തൊരു കരിച്ചിൽ പോലെയൊക്കെ ഉണ്ട്. എന്നും പറഞ്ഞ് ചെടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഇലയുടെ ഭംഗി അങ്ങ് നഷ്ടപ്പെടുമെന്നുള്ളേ ഉള്ളൂ. ഇത് കൂടുതൽ ഇൻഡോറായിട്ടും വെക്കാം. ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ തന്നെ ആഴ്ച ഒരിക്കൽ ഇത് വെയിൽ കൊള്ളിക്കുന്നതാണ് നല്ലതാണ്. പിന്നെ മനസ്സിലാക്കിയത് കൂടുതലും ഏതെങ്കിലുമൊക്കെ ചെടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ തെങ്ങ് അതുപോലത്തെ മരത്തിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇച്ചിരൂടെ നന്നായിട്ടിത് ചെടിക്ക് നല്ല ഭംഗിയായിട്ട് വളരും എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഇന്ന് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എനിക്ക് കിട്ടിയതിൻ്റെ സത്യം പറഞ്ഞ പേരെനിക്കറിയത്തില്ല. ബ്രൊമേലിയയുടെ തന്നെ എന്താ പേരെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ചെടി തന്നെയാണിത്. ഇതിങ്ങനെ ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് തന്നെ പുതിയ തൈകളിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെടി മൊത്തമായിട്ട് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് ഈ ഒരു ചെടി നമുക്ക് മാറ്റി നടുകയാണെങ്കിൽ പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേരുകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ചെറിയൊരു ചെടിക്ക് ചെറിയൊരു ആട്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാനൊരു സപ്പോർട്ടായിട്ടൊരു കമ്പ് കുത്തി കൊടുത്തിട്ടുണ്ട്. അധികം പരിചരണമൊന്നും വേണ്ട. 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും വെള്ളം നനച്ചാലും മതി. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഫ്ലവറൊക്കെ നമുക്ക് തരും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.